ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്ന് നമ്മൾ മാങ്ങ കൊണ്ട് ഒരു അടിപൊളി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ് തയ്യാറാക്കിയെടുക്കുന്നത്. മാങ്ങയും കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ ആഡ് ചെയ്തിട്ട് ഒരു വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ് കേട്ടോ നമ്മളിന്ന് തയ്യാറാക്കിയെടുക്കുന്നത്. ഇപ്പോൾ പൊതുവേ മാങ്ങ സീസൺ ആയതുകൊണ്ട് മാങ്ങയ്ക്കൊന്നും ഇത്തിരി ക്ഷാമമൊന്നും ഉണ്ടാവില്ല. നല്ല ചെറിയ റേറ്റിൽ തന്നെ ഒത്തിരി മാങ്ങയൊക്കെ കിട്ടുന്ന ഒരു സമയമാണ്. അപ്പം നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാം, നല്ല ഫ്രൂട്ട്സ് ഒക്കെ മിക്സ് ചെയ്തിട്ട് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ കഴിക്കാനും വളരെയധികം ടേസ്റ്റാണ്. അപ്പോൾ പെട്ടെന്ന് വീഡിയോയിലേക്ക് പോകാം കേട്ടോ. ഇതിനായിട്ട് 2 മീഡിയം സൈസിലുള്ള മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ജാറിലേക്കൊന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ അതൊക്കെ നമ്മൾ ജാറിലേക്ക് മാറ്റുന്നുണ്ട്. നല്ല പഴുത്ത മാങ്ങ കേട്ടോ. ഇത് കടയിൽ നിന്ന് വാങ്ങിയ മാങ്ങയൊന്നുമല്ല, ഞങ്ങളുടെ ഇവിടെ അടുത്ത് പറമ്പിൽ നിന്ന് കിട്ടിയ മാങ്ങയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ സാധാരണ വീടുകളിലൊക്കെ മാങ്ങയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ 2-2.5 ടീസ്പൂണാണ് കേട്ടോ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഒരു 3/4 കപ്പോളം പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല വളരെ കുറുകിയ രീതിയിൽ അതൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് മിക്സിയിൽ വെച്ചിട്ട്. ഇനി അതിലേക്ക് കുറച്ച് മാങ്ങയുടെ കഷ്ണം കൂടെ കട്ട് ചെയ്തിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ രീതിയിൽ ഇട്ടുകൊടുത്താൽ മതി കേട്ടോ, ഒത്തിരി വേണ്ട. മാങ്ങ നമ്മൾ ജ്യൂസായിട്ട് ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് കട്ട് ചെയ്തിട്ട് കുറച്ച് കഷ്ണം മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി 2 ചെറുപഴമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഏതൊക്കെ ഫ്രൂട്ട്സ് ഉണ്ടോ അതൊക്കെ നിങ്ങൾക്ക് ഇതിലേക്ക് ഇടാം കേട്ടോ. എൻ്റെ കയ്യിലുള്ള കുറച്ച് ഫ്രൂട്ട്സാണ് ഞാൻ ഇടുന്നത്. ഒരു ആപ്പിളിൻ്റെ ഒരു 3/4 ഭാഗത്തോളം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ചെറിയ രീതിയിൽ കട്ട് ചെയ്തിട്ട് അതുകൂടി ഇടുന്നുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് മുന്തിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുരുവില്ലാത്ത മുന്തിരി ആയാലും കുരുവുള്ള മുന്തിരി ആയാലും ഒന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് കട്ട് ചെയ്തിട്ട് ഇടാം, അല്ലെങ്കിൽ മുഴുവനായിട്ട് ഇടാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ അതുകൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് ഉറുമാമ്പഴം, അനാർ ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കുറച്ച് മതി കേട്ടോ, ഒത്തിരി വേണ്ട. എല്ലാം കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ അത് ഒത്തിരി ആയിട്ട് വരും. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് നട്ട്സ് ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് ഐസ് ക്യൂബ്സും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ കൈയോടെ കഴിക്കുന്നത് കൊണ്ട് നമ്മൾ ഐസ് ക്യൂബ്സ് ഒക്കെ ഇട്ട് തണുപ്പിച്ചിട്ട് എടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് എടുത്താൽ മതി കേട്ടോ. കുറച്ച് മിൽക്ക് മെയ്ഡ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതാകുമ്പോൾ ഒത്തിരി നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതുകൊണ്ടാണ് പഞ്ചസാര കുറച്ച് ചേർത്തത് കേട്ടോ. അപ്പോൾ എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ഒരു തവി വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പം തന്നെ നല്ല ടേസ്റ്റാണ്. ഈ ഒരു തിക്കിൽ കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെ കഴിക്കാം കേട്ടോ. പക്ഷേങ്കിൽ ഒരു ഡ്രിങ്ക് രൂപത്തിൽ കഴിക്കണമെങ്കിൽ കുറച്ചുകൂടി നമ്മൾ അതിലേക്ക് ഐസിൻ്റെ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തണുപ്പോട് കൂടി കഴിക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ ഒരു ഐസ് ക്യൂബ്സിൻ്റെയും തണുത്ത വെള്ളത്തിൻ്റെയും കൂടി ആ ഒരു തണുപ്പിൽ മതിയാവും. അതല്ല ഇച്ചിരി കൂടി നല്ല തണുപ്പാണെങ്കിൽ നമ്മൾ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് ഒരു അരമണിക്കൂറൊക്കെ ഒന്ന് തണുപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല തണുപ്പോട് കൂടി കഴിക്കാം കേട്ടോ. അപ്പോൾ വളരെയധികം നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഡ്രിങ്കാണ്. നമ്മൾ വെയിലത്തൊക്കെ പോയിട്ട് വന്നിട്ട് ഉടനെ ഇങ്ങനെ ഒരു ഡ്രിങ്ക് കിട്ടുകയാണെങ്കിൽ നല്ല സുഖമായിരിക്കും കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇപ്പം എല്ലാവർക്കും മാങ്ങ എന്ന് പറയുന്നത് ഇപ്പം എല്ലാവർക്കും കിട്ടുന്ന ഒരു സമയമാണല്ലോ. വീട്ടിലായാലും കടയിൽ നിന്നായാലും ഒക്കെ നമുക്ക് ഒരുപാട് വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു സമയമാണ്. വളരെ വിലക്കുറവിൽ തന്നെ കിട്ടുന്നുണ്ട്. അപ്പം നോക്കിയാൽ നിങ്ങളത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവും അല്ലേ. എന്തോ ഒരു ഭംഗിയാണ് ഇത്. എല്ലാ ഫ്രൂട്ട്സും അതിൻ്റെ ഇതിൽ കാണുമ്പോൾ തന്നെ നല്ല കഴിക്കാൻ തന്നെ നല്ലൊരു കൊതി തോന്നുന്നുണ്ട്. അപ്പം ഞാൻ ആ 2 മീഡിയം സൈസിലുള്ള മാങ്ങ കൊണ്ട് ഇത്രയാണ് ഒരു 5 ഗ്ലാസ് ജ്യൂസ് ഗ്ലാസ്സിൽ നിറച്ചും നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ എടുക്കുന്നതിന് അളവിനനുസരിച്ച് മാങ്ങയുടെ അളവിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് പാല് കുറച്ചും കൂടെ എടുത്തിട്ട് അടിച്ചെടുക്കാം കേട്ടോ. പിന്നെ ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്തിട്ട് അതിൻ്റെ ലൂസൊക്കെ കറക്റ്റാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും ഒരു തവണ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കിയിട്ട് കഴിക്കും. അതുപോലെ തന്നെ ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ ഇതുപോലത്തെ ഡ്രിങ്കൊക്കെ കഴിക്കുകയാണെങ്കിൽ തന്നെ അവർക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. നല്ല അഭിപ്രായങ്ങളൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റും. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു. കാരണം മാങ്ങ കൊണ്ട് എന്തുണ്ടാക്കിയാലും വളരെയധികം ടേസ്റ്റാണ്. നമുക്കിപ്പോൾ മാങ്ങ എന്ന് പറയുന്നത് ഇഷ്ടപ്പെടാത്ത ആരുമില്ല അല്ലേ. അപ്പോൾ ഇതുപോലെയുള്ള ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള ഡ്രിങ്ക്സ് ഒക്കെ ഉണ്ടാക്കിയിട്ട് കഴിച്ച് നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻസ് ആയിട്ട് അറിയിക്കുക. കൂടാതെ നിങ്ങൾ നമ്മുടെ ചാനൽ സബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബും കൂടെ ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പം തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ബൈ.